ഷബ്നം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വെണ്ണില ചന്ദനക്കിണ്ണം. അപ്പം ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, ഇത് നമ്മൾ ആദ്യം ചെയ്തൊരു വർക്കിൻ്റെ പേരിൽ ഇപ്പോഴും നമ്മളെ വെണ്ണില ചന്ദനക്കിണ്ണം വെണ്ണില സൂഫി കൺസേർട്ടിലും അത് പാടിക്കും. സൂഫി പാടി നമ്മളിങ്ങനെ വരൂല്ലേ, ഒരു 2-3 ഖവാലീസൊക്കെ കഴിയുമ്പം പേപ്പർ കിട്ടും, വെണ്ണില ചന്ദനക്കിണ്ണം പാടി. ഞാൻ എന്തിനാണോ ഈ സൂഫി പാടിയത് അത് മൊത്തം. പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പാട്ടല്ലേ ഇത് ഷബ്നത്തിന്. മമ്മൂക്ക അത് എവിടെ പറഞ്ഞാലും അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ മമ്മൂക്ക അത് ഈ സോങ്ങിനെ പറ്റി എവിടെ ആരോ മെൻഷൻ ചെയ്താലും മമ്മൂക്ക എൻ്റെ പേര് പറയും. അത് പാടിയത് ഷബ്നം ആണ്, അന്ന് പാടുമ്പോൾ കുഞ്ഞുകുട്ടിയാണ്. അപ്പോൾ ആ ഒരു ഓർമ്മകളുടെ വൈഫും ഉണ്ട് ഓർമ്മയൊന്ന് പറയാമോ? അത് നമ്മൾ AVM സ്റ്റുഡിയോയിലാണ്. AVM സ്റ്റുഡിയോയിൽ അന്ന് ഇപ്പോഴൊക്കെ ആ ഒരു പ്രായം ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും പേരെയൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ. അന്ന് എല്ലാവരും ഉണ്ട്, കമലങ്കളായിക്കോട്ടെ, കൈതപ്പുറം അദ്ദേഹം, വിദ്യേട്ടൻ, ഔസേപ്പച്ചൻ ചേട്ടൻ, അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് മമ്മൂക്കായും വൈഫും കൂടെ വരുന്നത്. അപ്പം എനിക്ക് നമ്മളിപ്പോഴാണെങ്കിൽ പാട്ട് കേൾക്കാൻ വേണ്ടി വന്നതാണോ അതോ പാട്ട് കേൾക്കാൻ വേണ്ടി വന്നോ? ഞാൻ ഇങ്ങനൊരു കുട്ടി വന്ന് പാടുന്നുണ്ടെന്നൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാണ് രണ്ടുപേരും കൂടെ. അപ്പം അന്നേ ആ ഒരു സ്നേഹം ഉണ്ട്. അപ്പോൾ വന്നിരുന്ന് എന്നോട് ഇങ്ങനെ തുഴഞ്ഞൊക്കെ കാണിച്ചു, ഇങ്ങനെയാണ് ഈ പാട്ട് പാടുന്നത്, നീ അത് വെച്ചിട്ട് പാടണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ വെണ്ണില അദ്ദേഹം അഭിനയിച്ചിരിക്കുന്ന പോലെ എന്നെ തുഴഞ്ഞൊക്കെ കാണിച്ചു. അങ്ങനെ ഒരു ഭയങ്കര സ്നേഹമായിരുന്നു. ആ ഒരു എന്താ പറയുക, മറക്കാൻ പറ്റില്ല ആ സമയത്ത്. പക്ഷെ അന്ന് കൂളായിട്ട് പാടി കേട്ടോ. അന്ന് ഇന്നത്തെ പോലെ ഈ കട്ട് ചെയ്തൊന്നും ഇല്ലല്ലോ. നമ്മളന്ന് പല്ലവി പാടുക, അനുപല്ലവി പാടുക, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ അതും എനിക്ക് തോന്നുന്നു 2 ടേക്കിൽ എന്തോ ഓക്കെയാണ്. പിന്നെ ആകെ കൂടുതലായിട്ട് ആ ചിരിയാണ് കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വന്നത്. ചിരി വരണ്ടേ, ഇടയ്ക്കൊരു ചിരിയുണ്ട് ആ പോഷൻ. അപ്പം അങ്ങനെ ഒരു വലിയ ഭാഗ്യമാണ്. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ, മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ, കാലിമേയുന്ന പുല്ലാനിക്കാട്ടിൽ കന്നിമാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൻ പാദസരങ്ങൾ കിലുക്കാം, കുന്നി മഞ്ചാടി കുന്നിലേറാം. വിദ്യാസാഗറിന് 10 വയസ്സിലൊക്കെ അല്ലേ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ പാടാൻ പറ്റുക പറയുന്നത് വലിയ ഒരു പിന്നെ രീതിയിൽ ഭയങ്കര ഒരു വലിയൊരു. അന്ന് ഇന്നത്തെ പോലെ അല്ലല്ലോ. അന്നൊക്കെ കോൾസ് AVM എന്ന് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു AVM എന്ന് കോളോ, അപ്പം അങ്ങനെയൊക്കെ നമുക്കറിയില്ല. അന്ന് AVM സ്റ്റുഡിയോ പോലും അങ്ങനെ അധികം ആൾക്കാർക്കൊന്നും അറിയില്ലല്ലോ. അതുപോലെ തന്നെയാണ് മദാമേല സോങ്ങും ശുക്രിയ ആയാലും എല്ലാം ആ ഒരു വലിയ ടീമിൻ്റെ കൂടെ കിട്ടിയതൊക്കെ ഒരു വലിയ ഭാഗ്യം തന്നെ.